മൊബൈല് മാത്രമേ ഇട്ടുള്ളൂ. Hello, good morning. Good morning, ma'am. 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 Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes. Once again, എല്ലാവരും ഇത്രയും കുട്ടികളുണ്ടായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ 1 hour 78. That means 76. 99 100 പേരെടുത്ത അറിയില്ല. അല്ല, ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് അവറുള്ള ക്ലാസ്സിൽ ഇത്രയും കുട്ടികളായിരുന്നു. 99 ഉണ്ടായിരുന്നു. 99 ഉണ്ടായിരുന്നു. That means 19 left. അല്ലേ? ഓട്ടെ. എന്തെങ്കിലും ആവശ്യം കൊണ്ടായിരിക്കാം അവർ ഇറങ്ങിയത്. എന്നെ എന്തെങ്കിലും പരിചയമുണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. നമ്മൾ ഇൻട്രോ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ മറന്നിട്ടില്ല അല്ലെ? കുറെ പേരൊക്കെ ക്ലാസ് ഇൻട്രോ ക്ലാസ്സിൽ ലൈവായിട്ട് കയറിയവരുണ്ടായിരിക്കാം, ലൈവായിട്ട് കാണാതെ റെക്കോർഡഡ് ആയിട്ടുള്ള അതിന്റെ ഇൻട്രോന്റെ ക്ലാസ്സിൽ കണ്ടവരുണ്ടായിരിക്കാം. ഇനി ഇതൊന്നും കാണാത്തവരും ചിലപ്പോ ഉണ്ടായിരിക്കാം. ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? Yes, yes. Yes. That means ഇതിനകത്ത് ഇൻട്രോ ക്ലാസ് ഞാൻ ആദ്യം പറയട്ടെ കേട്ടോ. ഞാൻ കുറച്ച് കാര്യം ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുശലാന്വേഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ടീച്ചറിന്റെ ക്ലാസ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ് ആണ് അല്ലേ? നെക്സ്റ്റ് പീരീഡ് ഈ അവർ ഇംഗ്ലീഷ് അല്ലേ? ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. നിങ്ങളെ ക്ലാസ്സിൽ അന്ന് ഇൻട്രോക്ക് വന്നിട്ട് പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ വന്ന വഴിക്ക് ഒന്ന് കയറിയിട്ട് പോകാം, എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇൻട്രോ ക്ലാസ് കാണാത്തവരും എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ ക്ലാസ്, അതായത് ഇൻട്രോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഈ കോഴ്സിനെ കുറിച്ചോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സുകളിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടുത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സാറിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ തന്നെ എന്റേതുമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ അവിടെയൊക്കെ ഇതാ കുഴപ്പം കണ്ട. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ, ചിലപ്പോ ചിലവര് റെക്കോർഡഡ് വീഡിയോസിന്റെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചില വീഡിയോസ് കാണൂലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ വേഗം ഫാസ്റ്റ് അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും, അല്ലെ മൂവ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അപ്പോഴെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ചില കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ വരും. ഓക്കെ, അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു എന്താ പറയാ ഗ്രൂപ്പായിട്ടുള്ള നിങ്ങളുടെ ഡിസ്കഷനിൽ നിന്നും വന്ന ഒരു എന്തോ ഒരു ചെറിയൊരു നിങ്ങളുടെ കൺഫ്യൂഷൻ, ഒരു ഡൗട്ട് എന്ന് പറയാം, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടു. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയോ, നമ്മള് ഇവിടെ നിങ്ങൾക്കറിയാം 4 മൊഡ്യൂളുകളായിട്ടാണ് നിങ്ങളുടെ എക്സാം ഉള്ളത് അല്ലെ? 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കണേ. ആണോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സിലബസ് ഇട്ട്? ഓക്കെ. അപ്പൊ ഓക്കെ ശ്രേയ. അപ്പൊ എന്താ പറയാ സിലബസ് നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരുമ്പോ നിങ്ങൾക്ക് അതിനകത്ത് റെസ്പെക്റ്റീവ് ആയിട്ട് ഓരോ മൊഡ്യൂൾസിലും അതാത് ചാപ്റ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെൻഷൻ ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ്സുകളിൽ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും അവർക്ക് എടുക്കുക. ഒരു ടീച്ചർ വന്നു, ആ ക്ലാസ് കഴിഞ്ഞു, ആ ടീച്ചറിന്റെ ബാക്കി വന്നിട്ട് അടുത്ത ടീച്ചർ എടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഇപ്പൊ ടീച്ചർ ഇപ്പൊ മുന്നിൽ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുത്തിട്ട് പോയി, ഏത് ചാപ്റ്റർ പഠിപ്പിച്ചേ? ഏത് ചാപ്റ്റർ എടുത്തേ എന്ന് പറയാമോ? സൗണ്ട് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. പിന്നെ ഇതിനെ കുറിച്ച് വീണ്ടും മറ്റൊരു അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡൗട്ട് ക്ലിയർ കഴിഞ്ഞാൽ വേറെ ക്ലാസ്സിൽ പിന്നെ കയറേണ്ടി വരും. ഓക്കെ, ഏതാ എടുത്തേ? 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസ് ആണ്.
ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ടീച്ചർ എടുത്തത്. ടീച്ചർ ചിലപ്പോ ആ ചാപ്റ്റർ തുടങ്ങിയതോ അല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ടോ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അടുത്ത ടീച്ചർ കയറി വരുമ്പോ അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ? അപ്പൊ നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് മൊഡ്യൂളുകൾ തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഉള്ള ചാപ്റ്റേഴ്സിനെ ഈ മൊഡ്യൂൾ വൈസ് നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പോലെ തന്നെ നമ്മൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ചാപ്റ്റേഴ്സ് കുറച്ച് ടീച്ചേഴ്സിന്, അതിന്റെ ബാക്കി റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് ഇങ്ങനെ 3-4 നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിനെ മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ ഒരു 4 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വന്നു പോയിരിക്കുന്നത് പെർ വീക്കിൽ. ആണോ? 4 ടീച്ചേഴ്സ് നിങ്ങളിൽ വന്നിങ്ങനെ പോകുന്നുണ്ട് ഓരോ ദിവസവും ക്ലാസ്. അവരുടെ ടൈം ടേബിൾ അനുസരിച്ചാണ്. നമുക്കിവിടെ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ആ ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സ് വന്ന് ക്ലാസ്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ്, അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും അവർ വന്നിട്ട് എടുക്കുക. ആൻഡ് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇന്നിപ്പോ ലൈവായിട്ട് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചോ ഇല്ലേ? എന്തായാലും നനഞ്ഞിറങ്ങി കുളിച്ചല്ലേ കയറാൻ പറ്റൂ. അപ്പൊ നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളെങ്കിലും നമ്മൾ അത് കണ്ടിരിക്കണം. എന്നാലും ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാൻ പറ്റുള്ളൂ, അത് കണ്ടു. അടുത്ത ദിവസം അത് ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയായിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കുക എന്ന് വിചാരിച്ച് നമ്മൾ കയറി ചിലപ്പോൾ ടീച്ചർ ആ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അടുത്ത ദിവസം ടീച്ചർ വരുന്നത് നെക്സ്റ്റ് ഒരു ചാപ്റ്ററുമായിരിക്കാം കൊണ്ടുവരിക. ആ ക്ലാസ് നമ്മൾ കണ്ടില്ല, പിറ്റേ ദിവസം വീണ്ടും നമ്മൾ റെക്കോർഡോ അല്ലെങ്കിൽ ലൈവിലോ കയറി. അപ്പൊ ടീച്ചർ പോയി ഒരു ചാപ്റ്റർ കഴിഞ്ഞ് പോയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തായാലും കഷ്ടപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം, അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് സ്കെഡ്യൂൾഡ് ആയിട്ട് അല്ലെ അറേഞ്ച് ചെയ്ത് സിസ്റ്റമാറ്റിക് ഓർഡറിൽ അങ്ങോട്ട് കൊണ്ടുപോയാലോ. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടു തരുന്ന ക്ലാസ്സുകളാണ് നിങ്ങളുടേത്. നിങ്ങൾ അവിടെ ഇവിടെയും പോയിട്ട് എവിടെയും സെർച്ച് ചെയ്യരുത്. നിങ്ങൾക്കൊരു ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കായി ഇട്ടു തരുന്ന ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ കയറി ക്ലാസ്സുകൾ കാണേണ്ടതായാലും അത് തന്നെ. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഫ്രണ്ട്സോ മറ്റുള്ളവരോ വേറെ ഏതെങ്കിലും ഇതിന് തന്നെ ഇവിടെ തന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റ് എന്താ പറയാ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ബാച്ചിന് മാറ്റം ഉണ്ടായിരിക്കും. നേരത്തെ പ്രീവിയസ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ബാച്ച് തുടങ്ങിയവരിലായിരിക്കാം ചിലപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ പോയിട്ട് കയറി അല്ലെങ്കിൽ അവരോട് സംശയം ചോദിക്കാം, അവരുടേത് എവിടെ വരെയായിരുന്നു ചോദിക്കാം. അങ്ങനെയൊക്കെ വന്നിട്ട് കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ക്ലാസ്സുകൾ ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ മുന്നേ തുടങ്ങിയിരിക്കുന്ന ക്ലാസ് ആയിരിക്കും. നിങ്ങളും അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവരുടേത് എവിടെ വരെയായി, അവർക്ക് എടുക്കുന്ന ടീച്ചേഴ്സ് വരെ ആയിരിക്കാം ചിലപ്പോ അല്ലെ. എല്ലാവരും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 4 മൊഡ്യൂൾസും എടുത്ത് തീർത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഇത് തീരുന്നുള്ളൂ. ആൻഡ് റെസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സാംസും അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ഇന്ന ക്ലാസ് ഇപ്പൊ ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ക്ലാസ്സസ് ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും അവരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് നിങ്ങൾ എന്തായാലും ഫോം ചെയ്യും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കുക ഏത് ചാപ്റ്റർ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 2-3 ദിവസം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയാലും ലൈവിലായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കുകയെ ഇപ്പൊ ഏത് ചാപ്റ്റർ, ഇന്ന ടീച്ചറിന്റെ ആണ് ഇന്നത്തെ ക്ലാസ്, സോ ഇന്ന് ടീച്ചർ ഏത് ചാപ്റ്റർ എടുക്കുന്നത്. അപ്പൊ ബിഫോർ ദ ക്ലാസ് ആ ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് നിങ്ങളൊന്ന് കയറിയിട്ട് അവരോടൊന്ന് ചോദിക്കുക ഇന്ന് ഏത് ചാപ്റ്റർ ആണ്, ഇന്ന ടീച്ചറുടെ ക്ലാസ് ആണെങ്കിൽ അത് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പേജ് നമ്പർ ആണ് എന്നൊക്കെ ഒന്ന് ചോദിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ക്ലാസ്സിൽ അതിൽ എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് പറ്റും? കൺഫ്യൂഷൻ വരും. ബിക്കോസ് ഇന്ന് ഒരു 2 ടീച്ചേഴ്സ് വരുന്നു, നാളെ അവരായിരിക്കില്ല, നാളെ അടുത്ത ടീച്ചേഴ്സ് ആണ് 2 പേര് വരിക 2 മണിക്കൂർ. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് എങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കുകളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചേഴ്സ് പറയുന്ന എക്സ്പ്ലനേഷൻസിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അവിടെ എന്താ പറയാ എഴുതേണ്ടതില്ല, നോട്ടിൽ എഴുതേണ്ടതില്ല. വെറുതെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇനി നോട്ട് എഴുതി പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. പലർക്കും പല രീതിയാണ് പഠിക്കാൻ അല്ലെ. നമുക്ക് അങ്ങനെ എങ്ങനെയാണ് അവിടെ നമ്മൾ യാതൊരു രീതിയിലും ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. യു ക്യാൻ റൈറ്റ്, നിങ്ങൾ അത് ആ രീതിയിൽ തന്നെ ചെയ്തോ. പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒന്നുകിൽ ഞാൻ ലൈവായിട്ട് കാണുന്നു എന്നോ അല്ലെങ്കിൽ ഞാനത് വാച്ച് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്നതെന്നോ നമ്മൾ ഉറപ്പുവരുത്തണം.
എന്നിട്ട് മാത്രം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. ടീച്ചർ ഏത് ചാപ്റ്റർ എടുക്കുന്നത്? ഒരു ടീച്ചറ് ഒരു മൊഡ്യൂൾ തീരുന്നതിന് മുമ്പ് അടുത്ത മൊഡ്യൂളിലേക്ക് കടന്നല്ലോ എന്നുള്ള സംശയം വരും. തീർച്ചയായിട്ടും വരുമല്ലോ. ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന 1ഉം 2ഉം ചാപ്റ്ററാണ്. 1ഉം 2ഉം ചാപ്റ്റർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ ടു ദ 5th ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് കമ്പയർ ചെയ്യൂ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്റർ എടുക്കാൻ എത്ര ദിവസം ടീച്ചർക്ക് വേണ്ടി വരും? ആലോചിച്ച് നോക്കുക. നമ്മള് ഒരു ചാപ്റ്ററിന്റെ ഇടയിൽ കയറി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെ ഒരു ടീച്ചർ എടുക്കുന്നതല്ലേ. 1, 2 ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, അപ്പൊ അതൊരു ഒറ്റ പേജേ ഉള്ളൂ. അത് വിത്തിൻ ഹാഫ് ആൻ അവർ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. അതിനകത്ത് 2 പേജേ ഉള്ളൂ. അത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. എന്നാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ തീർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ലല്ലോ. അതുകൊണ്ട് 1ഉം 2ഉം മൊഡ്യൂളുകൾ അങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്ത് ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് 1, 2 ചാപ്റ്റർ മാത്രം എടുത്തു കഴിയുമ്പോൾ ആ ടീച്ചറിന്റെ ചാപ്റ്റേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് തീർന്നാൽ ഒബിയസ്ലി ആ ടീച്ചർ എന്ത് മൊഡ്യൂളിലേക്ക് പോകും? 2nd മൊഡ്യൂളിലേക്ക് പോകും. ടീച്ചർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ടീച്ചറിന്റെ ഉറപ്പ് കൊണ്ട് വന്നിട്ട് ആ 1ഉം 2ഉം പഠിച്ചത് തന്നെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാലും ശരിയാവില്ല. ബിക്കോസ് വിത്തിൻ ദ ടൈം നമുക്ക് തന്നിരിക്കുന്നത് 6 months കോഴ്സ് ആണ്. ആ ഒരു ടൈമിങ്ങിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലാസ്സിനെ സംബന്ധിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ആ ടീച്ചർ എടുത്തേ, ആ ടീച്ചറിന്റെ ടോപ്പിക് ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണ് നിൽക്കുന്നേ, അപ്പൊ അത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടി അതെങ്ങനെയാണോ ശരിയാണല്ലോ പറഞ്ഞത്, ആ ടീച്ചർ എടുക്കാതെ മറ്റേ ടീച്ചർ അടുത്ത മൊഡ്യൂളിൽ കയറിയാലോ നമ്മൾ മറ്റുള്ളവരെ കൂടി പാനിക് ആക്കുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് കാര്യങ്ങൾ. സോ നമ്മൾ കുറച്ചും കൂടി മെച്യൂർഡ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം. നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടവരാ. ഒരു വലിയ ഹോസ്പിറ്റലിന് അങ്ങനെ തന്നെ മാനേജ് ചെയ്യാൻ പോകുന്നവര് നമുക്ക് പഠിക്കാനുള്ള ഒരു 6 months കോഴ്സിന്റെ ചെറിയ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണ്ടേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് എങ്ങനെ ഇത്രയും വലിയ ഉത്തരവാദിത്വം കൊടുത്ത് തലയിൽ വെക്കാൻ പോകുക? ഓക്കെ, അപ്പൊ അങ്ങനെ ചില കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ നമ്മൾ ഏത് നോട്ട്ബുക്കിൽ ഏത് കാര്യം എഴുതും, അതാണ് ഇതാണ് കണ്ട ഉള്ളവരെ കൂടി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർക്കും കൂടി എന്താ പറയാ വീണ്ടും സംശയം വരാണ്. ഓക്കെ, ശരിയാണല്ലോ പറഞ്ഞത്, ആള് പറഞ്ഞതിൽ കാര്യമില്ലായിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, എന്തെങ്കിലും വയ്യായി കൊണ്ടാകാം, ആ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ലൈവിൽ കയറാൻ പറ്റിയില്ല, റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ചോദിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ആ ടീച്ചറിന്റെ ക്ലാസ്, ഇപ്പൊ നിഷാമത്തിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയില്ല, അപ്പൊ ആ ടീച്ചർ അന്ന് ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം നിങ്ങള്. അപ്പൊ ടീച്ചർ ഇന്നത് വരെ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്ന് വായിച്ചു നോക്കുക. ആ ടീച്ചറുടെ ഭാഗം എനിക്കത് തന്നെ വായിച്ചിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി, അപ്പൊ എനിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഓക്കെ കുഴപ്പമില്ല എങ്കിൽ നമുക്കത് അതിന്റെ ഒപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. മനസ്സിലായില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലായില്ല, ഓർത്ത് വയ്ക്കി. ടീച്ചർ ക്ലാസ്സിൽ വരുമല്ലോ, ടീച്ചറോട് ചോദിക്കുക, ടീച്ചറെ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്താ പറയാ ടൈപ്പ് ചെയ്താലും മതി. ആ ടീച്ചർ അതൊക്കെ വായിച്ചോളും. അപ്പൊ ടീച്ചറോട് പറയാം, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്, ടീച്ചറെ വായിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഇന്നൊരു കാര്യത്തിലൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? ഏതെങ്കിലും ടീച്ചറെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർ അത് എക്സ്പ്ലനേഷൻ തരും നിങ്ങൾക്ക്. അപ്പൊ ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ആ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എത്ര കാര്യങ്ങൾ, എത്ര ഫെസിലിറ്റീസാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇത് ഇങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ആ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾക്ക് കണ്ടെത്തിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞൊക്കെയാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വന്നത്. അപ്പൊ ആ ഇൻഫർമേഷൻ വന്നത്. അപ്പൊ നമ്മൾ അത് കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്നിലേക്കായിരിക്കും വരിക. അപ്പൊ അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ വന്നതും അത് ക്ലിയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിന്റെ ടോപ്പിക് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേര് എഴുതി. ഇന്ന കാര്യത്തെ കുറിച്ച് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നമ്മളതൊരു ലെക്ചർ നോട്ടായിട്ട് എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചാപ്റ്ററിന്റെ പേര് എഴുതണം. എന്ത് കാര്യത്തെ കുറിച്ചാണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഞാൻ നോട്ട് ചെയ്തത്, ആ സാധനത്തിന്റെ ഒരു ഹെഡിങ് എന്തായിരിക്കും, ആ ഹെഡിങ് അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ആ ഹെഡിങ് അവിടെ എഴുതി. നോക്കട്ടെ, ആ ഹെഡിങ് എഴുതി. ആ ഹെഡിങ്ങില് ടീച്ചർ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാനിപ്പോ ഒരു വാട്ട് ഇസ് ദ ടേം കസ്റ്റമർ മീൻ, ടീച്ചർ കസ്റ്റമറിന്റെ ഒരു മീനിങ് അവിടെ പറഞ്ഞു. എനിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് എഴുതണം. എനിക്ക് എഴുതിയാലേ തൃപ്തിയുള്ളൂ. സോ യു റൈറ്റ് ഡൗൺ ദർ.
അവിടെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം ഫ്രണ്ട് ഓഫീസ് എന്നിട്ട് അതിന്റെ താഴെ കസ്റ്റമർ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അത് നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കി. സോ അപ്പൊ ഇവിടെ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരുന്നതിന്റെ ആവശ്യം, കാരണം അത് ഇന്ന ചാപ്റ്ററില്ല. ഇനി ഈ ചാപ്റ്റർ എവിടെയെങ്കിലും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് സിലബസ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള സിലബസ് അവിടെ തന്നു കഴിഞ്ഞു. അപ്പൊ ചാപ്റ്ററിന്റെ ഹെഡിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് അത് ഏത് ചാപ്റ്ററിൽ എന്ന് മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ. ചാപ്റ്ററുകൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മൊഡ്യൂൾസിൽ കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഡൗട്ട്സ്? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഡൗട്ടും അങ്ങനെയാണെങ്കിലും ഉണ്ടാകും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ചാപ്റ്ററിന്റെ പേര് മാത്രമേ, ഒരു ചാപ്റ്ററും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, ഒരു ചാപ്റ്റേഴ്സും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പൊ ചാപ്റ്റർ അറിഞ്ഞാൽ മതി. നമുക്ക് ഒരു നോട്ട് ബുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി, ഒറ്റ നോട്ട് ബുക്കിൽ. അല്ലാണ്ട് 4 ടീച്ചർമാർ വരുന്നതിന് 4 പേർക്ക് നോട്ട് ബുക്ക് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലെക്ചർ നോട്ട് വളരെ ഫ്യൂ സെന്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രേസിലായിരിക്കാം നമ്മളിവിടെ നോട്ട് ഡൗൺ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ധാരാളം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോ അല്ലെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് വരയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറിപ്പുകളായിട്ട് എഴുതുമ്പോൾ അത് ചിലർക്ക് അങ്ങനെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നോട്ട് ബുക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നില്ല. അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് പഠിക്കുമ്പോ ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ആ ഒരു പേജ് ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അതിന്റെ പേജിലുണ്ട്, ഞാൻ അവിടെ ഇങ്ങനെ വരച്ചു, അതാണ് ഇതാണെന്ന്. നമ്മൾ പഠിക്കുന്ന സ്റ്റൈല് അതൊക്കെ മറന്നുപോലെ അതൊക്കെ റിക്കളക്ട് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതുകൊണ്ട് ടീച്ചേഴ്സിനോട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്? മെയിൻ എക്സാം ആണോ? മെയിൻ എക്സാം ആയി. എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇൻ കേസ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ അതിനെ കുറിച്ച് ഓഫീസിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അതിനെ കുറിച്ച് വിശദമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കും അല്ലെ. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര എമർജൻസി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും എന്താ പറയാ സജഷൻസോ സൊല്യൂഷൻസോ എന്തായാലും ഓഫീസിൽ നിങ്ങൾക്ക് അറിയിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും തരും. ഇനി ഈ പറയുന്ന പറഞ്ഞിട്ടുണ്ട് സാറോ അതിനെ കുറിച്ച് കണ്ടാ ഞാൻ പറഞ്ഞ നമുക്ക് എന്താ കുഴപ്പം? നമ്മൾ ഇതിന്റെ എന്താ പറയാ ക്ലാസ്സുകൾ, ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ ഇൻട്രോ തന്നുള്ളൂ. നമ്മുടെ ആ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്താണ്, അതുകൊണ്ടുള്ള എന്താ പറയാ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ സാലറി എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻട്രോ സർ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ ഇൻട്രോ ക്ലാസ് കാണാത്തത് കൊണ്ടായിരിക്കണം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഡൗട്ടുകൾ വരാം. അങ്ങനെയുള്ള കാര്യം ഉണ്ടായില്ലേ? പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സർ പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇൻട്രോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ ഒന്ന് പോയിട്ട് അതിനെ കുറിച്ചൊക്കെ കാണുക. അപ്പൊ അതിനെ കുറിച്ചുള്ള പല ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് കാണുക. ഇനി നോട്ട്സിനെ സംബന്ധിക്കുന്ന കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇനി അങ്ങനെയുള്ള സംശയമുണ്ടോ? ആ ഒരു സംശയം തീർക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ടീച്ചറിന്റെ അരമണിക്കൂറായിരുന്നു തോന്നുന്നു ക്ലാസ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി സംശയമില്ലല്ലോ? ആരുടേതായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു എന്താ പറയാ ഡിസ്കഷനിൽ നിന്ന് വന്ന ഒരു ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സംശയം ഒന്നും തന്നെ ചിലർക്ക് ഉണ്ടായിരുന്നതാ, അതുകൊണ്ടാണ് ശ്രേയ. കുറച്ചാളുകൾ ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ഡിസ്കഷനിൽ നിന്ന് വന്ന ഒരു ചോദ്യമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്കത് ഫോർവേഡ് ചെയ്തിരുന്നത്. അപ്പൊ ഐ തിങ്ക് നൗ യുവർ ഡൗട്ട്സ് ആർ ക്ലിയർ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, സോ ടീച്ചർ ക്ലാസ്സിലേക്ക് വരട്ടെ. താങ്ക് യു.
Good